രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് കുട്ടനാട്ടിലെ കൈനകരിക്കാർ. കൈനകരി പഞ്ചായത്തിലെ 15 വാർഡുകളിൽ 10 വാർഡുകളിലും 9 മാസത്തോളമായി കുടിവെള്ളം ലഭിച്ചിട്ടില്ല. വിതരണ പൈപ്പ് ലൈനിൽ തകരാർ മൂലമാണ് കുടിവെള്ള വിതരണം നിലച്ചത്. നിലവിൽ ശുചിമുറി ആവശ്യത്തിന് പോലും ശുദ്ധജലം കിട്ടാതെ വീർപ്പുമുട്ടുകയാണ് കൈനകരിയിലെ 10,000-കണക്കിന് വരുന്ന ആളുകൾ. 10,000-കണക്കിന് ആളുകൾ താമസിക്കുന്ന ഒരു ഗ്രാമത്തിൽ കഴിഞ്ഞ 9 മാസങ്ങളായി കുടിവെള്ള വിതരണം നിലച്ചിട്ട്. കുട്ടനാട്ടിൽ കൈനകരി പോലെ ഇത്രയും രൂക്ഷമായ കുടിവെള്ള പ്രശ്നമുള്ള ഒരു സ്ഥലം മറ്റൊന്നുണ്ടാവില്ല. കുഞ്ഞുങ്ങൾ, പ്രായമായവർ, കിടപ്പ് രോഗികൾക്ക് പോലും കുടിക്കാൻ ഒരിറ്റു വെള്ളമില്ല. ഈ കുടിവെള്ളവും കാര്യങ്ങളും ഒന്നും ഇല്ല. ഇപ്പോൾ വയ്യാതെ ഈ അവസ്ഥയിൽ കിടക്കുമ്പോഴത്തേക്കും നമുക്കിപ്പം അധികൃതരോട് പറഞ്ഞിട്ടും ഇതിൻ്റെ അനക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇപ്പോഴാണെങ്കിലും നമ്മൾ മഴവെള്ള സംഭരണിയുള്ള വീടുകളിൽ പോയാണ് നമ്മൾ വെള്ളം കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. മഴവെള്ളം വരുന്നതും കാര്യങ്ങളൊക്കെ ഈ ഷീറ്റിൽ നിന്നൊക്കെ പിടിച്ചാണ് ഇപ്പം കഞ്ഞിക്കാണെങ്കിലും ചായക്കാണെങ്കിലും എല്ലാം ഉപയോഗിക്കുന്നത്. കുടിവെള്ള വിഷയം ഇത്രയും രൂക്ഷമായിട്ടും പഞ്ചായത്തോ കുട്ടനാട് MLAയോ ഇടപെടുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത്രയും പെട്ടെന്ന് ഒരു വെള്ളം തരിക, വെള്ളം തന്നില്ലെങ്കിൽ അടുത്ത നടപടിയിലേക്ക് ഞങ്ങൾ പോകും. ഈ കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോഴും പറഞ്ഞ് വെള്ളം ചോട്ടി വന്നിട്ടുണ്ട്, നാളെ കിട്ടും, കഴുകിക്കൊണ്ടിരിക്കുക, ഇതൊക്കെയാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഒരു വിധത്തിലുള്ള വെള്ളം, ഈ വെള്ളം എന്ന് പറയാൻ കണ്ടല്ലോ, ഞങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് വെള്ളമില്ല, തോട്ടിലെ വെള്ളം കൊള്ളത്തില്ല. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വള്ളത്തിൽ ശുദ്ധജല വിതരണത്തിനായി പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിലും കാര്യക്ഷമമായിട്ടില്ല. ഇടത്തോടുകളിലടക്കം നിറഞ്ഞു കിടക്കുന്ന പോളയും വള്ളം ലഭിക്കാനുള്ള ബുദ്ധിമുട്ടും പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. മുൻപ് ജലവിതരണം നടത്തിയ വള്ളങ്ങൾക്കുള്ള കൂലി നൽകാത്തതാണ് വള്ളം ലഭിക്കാനുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചത്. ഞങ്ങൾക്ക് ഇവിടെ ഒരു 9 മാസമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ വെള്ളം വരുന്നില്ല. ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് വെള്ളം വന്നുകൊണ്ട് ഇപ്പോൾ വരും ഇന്ന് വരും എന്ന് പറഞ്ഞുകൊണ്ട് നിന്നിട്ട് ഇതേവരെ ഒരു തുള്ളി വെള്ളം പോലും ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. 6-ാം മാസം തൊട്ട് അവർ പറയുന്നുണ്ട് പൈപ്പ് ലൈൻ പൊട്ടിക്കിടക്കുവാണ്, അതുകൊണ്ടാണെന്ന് പറഞ്ഞ് 7-ാം മാസം പറഞ്ഞ് അവർ പറഞ്ഞ് ഒരാഴ്ച അതിന് കൂടി ഇതിനിടയ്ക്ക് പോകത്തില്ലെന്ന് പറഞ്ഞു. ഇന്നേ വരെ അവർക്ക് വെള്ളം ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടില്ല. ചെറുക്കം പോയി വിലക്ക് മേടിച്ചിട്ട് വരുന്നു വെള്ളം. പാടശേഖരത്ത് നിന്ന് കീടനാശിനി കലർന്ന വെള്ളമാണ് ജലാശയങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നത്. ഈ വെള്ളത്തിൽ കുളിച്ചാൽ ദേഹം മുഴുവൻ ചൊറിഞ്ഞു തടിക്കും. മറ്റ് ജലജന്യ രോഗങ്ങളും ഉണ്ടാകുമെന്നും നാട്ടുകാർ. നമുക്ക് കണ്ടത്തിലെ മോട്ടർ അടിക്കുന്ന വിഷവെള്ളമാണ് നമ്മൾ കുളിക്കുന്നതും. കുടിക്കണമെങ്കിൽ ഒരു മാർഗ്ഗവും ഇല്ല വെള്ളത്തിന്. ഇപ്പോൾ ഈ മഴ പെയ്ത വെള്ളം കുറച്ച് സ്റ്റോക്ക് ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. മാസങ്ങളായി കുടിവെള്ളം നിലച്ചതോടെ മഴവെള്ളമാണ് ഏക ആശ്രയം. മഴവെള്ളം തീരുമ്പോൾ വില കൊടുത്ത് കുടിവെള്ളം വാങ്ങണം. വാങ്ങിയാൽ തന്നെ കൈനകരിയിലേക്ക് എത്തിക്കണമെങ്കിൽ വള്ളക്കൂലിയും വാഹനക്കൂലിയും അധികം കൊടുക്കണം. കുഞ്ഞുങ്ങൾക്ക് കാലും കൈയൊക്കെ കഴുകണമല്ലോ, അതിന് ഈ കലക്കവെള്ളമല്ലേ കഴുകുന്നത്. അങ്ങനെ പല അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഡിസംബർ 3-ാം തീയതി വെള്ളം തരുമെന്ന് കളക്ടറുടെ നേതൃത്വത്തിൽ വെച്ച് യോഗത്തിൽ തീരുമാനം ഉണ്ടായതാണ്. പിന്നെ ഇതുവരെ ഞങ്ങൾ വെള്ളം വന്നിട്ടില്ല, ഒരു നിവൃത്തിയില്ല. വെള്ളം വന്നാലേ ഞങ്ങൾക്ക് രക്ഷയുള്ളൂ. കുളിക്കാനും കുടിക്കാനും ഒന്നും വെള്ളമില്ല. ഈ മഴ കൊണ്ട് ഞങ്ങളിങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. അല്ലെ മരിക്കാൻ നേരത്തെ ഒരു തുള്ളി വെള്ളം തൊട്ട് കൊടുക്കാൻ പോലും ഇല്ല. അതേ അവസ്ഥയാണ് ഞങ്ങളുടെ. മഴയുള്ളതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി വെള്ളം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് തീരുമ്പോൾ ഞങ്ങളുടെ പണി തീരും. 10,000-കണക്കിന് ആളുകൾ താമസിക്കുന്ന കൈനകരിയിൽ ഇനിയും കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ സമരപരിപാടികളിലേക്ക് നീങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഒരു 10 ദിവസം കൂടെ കഷ്ടിച്ചുള്ള വെള്ളം നമ്മൾ സംഭരിച്ചിട്ടുള്ളൂ, മഴവെള്ളം. നമുക്ക് ഈ കുടിവെള്ളം കിട്ടാനും യാതൊരുവിധ മാർഗ്ഗങ്ങളും ഇല്ല. 1.5 മാസക്കാലം വെള്ളം കിട്ടും. ഈ മോട്ടർ നടത്തി കളനാശിനി അടി കഴിഞ്ഞതിന് ശേഷമേ നമുക്കൊരു വെള്ളം തെളിയാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ ഈ വെള്ളത്തിൽ മോട്ടർ അടിച്ച് വെള്ളത്തിൽ കുളിച്ചിട്ട് ചൊറിച്ചില്ല. മഴ പെയ്താ വെള്ളം, ഇപ്പോൾ അതല്ലെങ്കിൽ കലക്കവെള്ളം. ഇതിനകത്ത് വേണം കുളിക്കാനും അലക്കാനും എല്ലാം ഈ വെള്ളത്തിൽ വേണം. പള്ളാത്തുരുത്തിക്ക് സമീപത്തെ പമ്പ് ഹൗസിൽ നിന്ന് കൈനകരിയിലേക്ക് വെള്ളം എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുവെന്നും പുതിയ കുഴൽക്കിണർ സ്ഥാപിക്കാനുള്ള പരിശോധനകൾ ആരംഭിച്ചു എന്നുമാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. ഷിബു കണിയങ്കുളത്തിനൊപ്പം മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ. കൈനകരിക്കാരുടെ ഈ പ്രശ്നത്തിന് ഐക്യദാർഢ്യം അറിയിക്കുകയാണ് നമ്മുടെ കമന്റ് ബോക്സിലെ നിരവധി പ്രതികരണങ്ങളിലൂടെ. അവരെല്ലാവരും പറയുന്നത് ഈ വെള്ളം സർവത്ര തുള്ളി കുടിക്കാനില്ലത്രേ എന്ന കുട്ടനാട്ടിലെ സ്ഥിരം പ്രശ്നം. അത് രാജീവ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്, റീന സതീശൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്, രവികുമാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്, ടോമി അത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്, ആരിഫ് അത് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ പ്രശ്നം സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ വസന്തകുമാരി ഒരു കാര്യം ചോദിക്കുന്നു, ഈ മണ്ണിടിയാൻ സാധ്യതയുള്ള സ്ഥലം തിരിച്ചറിഞ്ഞിട്ടല്ലേ കിണറുകൾ ഉണ്ടാക്കേണ്ടത് എന്നത്. അതും ഒരു പ്രശ്നമാണ്. വയനാട്ടിലെ ആ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ ചോദ്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും സജീവമായ പ്രതികരണങ്ങൾ ഈ ജനകീയ വിഷയങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് എന്നത് വളരെ സന്തോഷം.